കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച വേദിക്കടുത്ത് ബോംബ് സ്ഫോടനമുണ്ടായി എന്നത് വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഇരുചക്രവാഹനത്തിൽ വന്ന 2 BJP പ്രവർത്തകരാണ് ബോംബ് എറിഞ്ഞതെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. അതനുസരിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ കോടിയേരി വില്ലേജ് ജോയിന്റ് സെക്രട്ടറി ശരത് ലാലിന് പരിക്കേറ്റിട്ടുണ്ട്. ശരത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. പറയത്തക്ക പ്രകോപനങ്ങളൊന്നുമില്ലാതിരിക്കെ കോടിയേരി പ്രസംഗിക്കുന്ന വേദിക്കടുത്ത് സ്ഫോടനമുണ്ടായതിന്റെ കാരണം തേടുകയാണ് പോലീസ്. KP ജിജേഷ് രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് CPM ഒരുക്കിയ പ്രചാരണങ്ങൾ കരിയോയിലും മറ്റുമൊഴിച്ച് നശിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബോംബ് സ്ഫോടനമെന്നാണ് പോലീസ് കരുതുന്നത്. കൃത്യമായ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആക്രമണമാണെന്നാണ്. അത് സ്ഥാപിക്കത്തക്ക നിലയിലാണ് ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും തെളിയിക്കുന്നത്. എന്നാൽ സംഭവവുമായി BJPക്ക് ബന്ധമില്ലെന്നും CPM പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് ബോംബ് പൊട്ടിയതെന്നും പാർട്ടി നേതാക്കൾ പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 100 കണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരാൾ ബൈക്കിൽ വന്ന് ബോംബെറിഞ്ഞിട്ട് അയാളെ പിടികൂടാനോ ഏറ്റവും ചുരുങ്ങിയത് അയാൾ വന്ന വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും CPMകാർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കെട്ടുകഥ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ആളുകൾ. അണ്ടല്ലൂർ സന്തോഷ് വധവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർ പിടിയിലായതിന്റെ ജാള്യത മറയ്ക്കാനുണ്ടാക്കിയ കഥയാണിതെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C സത്യപ്രകാശ് അറിയിച്ചു. വളരെ ആസൂത്രിതമായി വ്യാപകമായ കള്ളപ്രചരണം നടത്താനാണ് CPM തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും മറ്റുമായി പലയിടത്തും ഇരുവിഭാഗങ്ങളുടെയും ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ഇന്ന് പുഷ്പാർച്ചന നടത്താനിരുന്ന KP ജിജേഷിന്റെ സ്തൂപവും പരിസരവും വൃത്തികേടാക്കിയെന്നും പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.